ബേപ്പൂരിലെ വോട്ടർ ഐ ഡി വീഴ്ചയിൽ റിപ്പോർട്ട് തേടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ കോഴിക്കോട് ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് പുറത്തുകൊണ്ടുവന്ന വാർത്തയിലാണ് നടപടിയുണ്ടായിരിക്കുന്നത്. റിപ്പോർട്ട് ബിഗ് ഇംപാക്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട്, ഒപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സിനോജ് തോമസ് കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആദ്യം ആദിലിലേക്ക്. ആദിൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു ബൂത്തിൽ തന്നെയാണ്, അതായത് ബേപ്പൂരിലെ 24-ാം നമ്പർ ബൂത്തിൽ തന്നെയാണ് ഒരാളുടെ പേരിൽ ഒരേ വിവരങ്ങൾ വെച്ചുകൊണ്ട് 3 ID വന്നിരിക്കുന്നത്. അതിൽ വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പ്രാഥമികമായി വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെ മുന്നിലുണ്ട്. നമ്മുടെ റിപ്പോർട്ടിൽ തന്നെ അത് വ്യക്തമാക്കുന്നുമുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ മറുപടി? ആദിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കോഴിക്കോട് ജില്ലാ കളക്ടറോട്, ജില്ലയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ നിലയ്ക്ക് കോഴിക്കോട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടി സ്വീകരിക്കും. റിപ്പോർട്ടർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കോഴിക്കോട് ജില്ലാ കളക്ടറോട് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശിച്ചത്. വേഗത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നത് സംബന്ധിച്ചുള്ള പ്രതികരണവും നൽകാമെന്ന് സഞ്ജയ് കൗൾ അറിയിച്ചിട്ടുണ്ട്. സഞ്ജയ് കൗളാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ജില്ലാ കളക്ടറോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി. പ്രാഥമികമായി തന്നെ സുജയ പറയുന്ന രൂപത്തിൽ ഒരു വീഴ്ച പ്രാഥമികമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ തന്നെ തെളിവുകൾ നൽകുകയാണ്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തമാണ് 3 വോട്ടുകൾ ചെയ്യാവുന്ന രൂപത്തിൽ വോട്ടർ ഐ ഡിയും തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലും പേരുകൾ വരിക എന്നുള്ളത് അസാധാരണ സംഭവമാണ്. പലതരത്തിലുള്ള സ്ക്രൂട്ടിനിയിലൂടെ വിധേയമാകുന്ന ഈ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ വീഴ്ച വന്നു എന്നത് സംബന്ധിച്ചായിരിക്കും അന്വേഷണം നടക്കുക. അന്വേഷണത്തിന് ശേഷം ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും സഞ്ജയ് കൗൾ അറിയിക്കുന്നു. ഓക്കെ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സിനോജ് തോമസ് നമുക്കൊപ്പമുണ്ട്. സിനോജ് പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കോഴിക്കോട് കളക്ടർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകണം. അവിടെ ഭരണ സംവിധാനങ്ങളുടെ, ബൂത്ത് ലെവൽ ഓഫീസർ മുതലുള്ള സംവിധാനങ്ങളുടെ ഒരു വീഴ്ച പ്രഥമദൃഷ്ട്യാ വ്യക്തമല്ലേ സിനോജ്? സുജയ പാർവതി, നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഓഫീസിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ തേടിയിരുന്നു. വാർത്തയുടെ ലിങ്ക് ഉൾപ്പെടെ അവർ ശേഖരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകളും ശേഖരിച്ച് അവർ അന്വേഷണം ആരംഭിച്ചിരുന്നു. വിശദമായ റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകുമെന്നാണ് അറിയാൻ വേണ്ടി അറിയുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഈ ബൂത്ത് നമ്പർ 24-ലെ ബൂത്ത് ലെവൽ ഓഫീസർ, അവിടെയുള്ള ആളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് 2 വട്ടം ഈ വെബ്സൈറ്റ് വഴി ഇത് ഇരട്ടിപ്പുണ്ട്, ഓൾറെഡി നൽകിയ കാർഡാണെന്ന് ഓൺലൈനിൽ നൽകിയെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ് ബൂത്ത് ലെവൽ ഓഫീസർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും വലിയൊരു വീഴ്ച ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാനത്തിൽ വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ 3 ID കാർഡുകൾ ഇഷ്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. ഇത് ഏറ്റവും അവസാനം വരെ നീണ്ടുപോയി എന്നതാണ് വസ്തുത. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടെ പേര് വന്നു. 3 വോട്ടുകളാണ് ഒരാളുടെ പേരിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് 3 ID കാർഡുകളും ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു വീഴ്ച പ്രഥമദൃഷ്ട്യാ തന്നെ വന്നുവെന്നാണ് വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ അന്വേഷണം നടത്തുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ ജനുവരി 22-ന് പുറത്തിറക്കിയ വോട്ടേഴ്സ് ലിസ്റ്റാണ്. അതിലാണ് ഒരാൾക്ക് 3 വോട്ട് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര വൈകി, ഇത് കണ്ടെത്താൻ എന്തുകൊണ്ട് ഇത്ര വൈകി തുടങ്ങിയ കാര്യങ്ങളാണ് ജില്ലാ കളക്ടർ അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ എങ്ങനെ ഒരാൾക്ക് 3 വോട്ടർ ഐ ഡി നൽകി, 3 വോട്ടർ ഐ ഡി കാർഡ് നൽകിയെന്നും തെരഞ്ഞെടുപ്പിന്റെ ജില്ലാ ചുമതലയുള്ള കളക്ടർ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കുന്ന റിപ്പോർട്ടായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറുക. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സ്ഥലം MLA മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഒരുപക്ഷെ മന്ത്രിയും ഇക്കാര്യത്തിൽ അധികം വൈകാതെ തന്നെ പ്രതികരിച്ചിരിക്കും. ജില്ലയുടെ DCC പ്രസിഡന്റൊക്കെ പ്രവീൺകുമാർ രേഖാമൂലം ജില്ലാ കളക്ടർ പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. സുജയ പാർവതി. ഓക്കെ സിനോജ് തോമസ്, ഇന്നത്തെ ബിഗ് ബ്രേക്കിംഗ് ആയത് മാറുന്നു. 3 വോട്ടർ ID കാർഡുകൾ ബേപ്പൂരിലെ 24-ാം നമ്പർ ബൂത്തിൽ ഒരേ വ്യക്തിക്ക്, ആ വ്യക്തിയിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ വിവരങ്ങൾ ഇപ്പോൾ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കളക്ടർ ശേഖരിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിവരങ്ങൾ തേടിയിരിക്കുകയാണ്. ഇതിന് കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക റിപ്പോർട്ടറിനോടൊപ്പം. കള്ളവോട്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ബൂത്തിൽ ഒരാൾക്ക്, അതും ഒരേ വിവരങ്ങൾ വെച്ചുകൊണ്ട് 3 ID കാർഡ് വരിക? അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകും. തുടർ വാർത്തകളും ഉണ്ടാകും.